ഇപ്പോഴിതാ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ പ്രതികരിക്കുകയാണ്. ആശാനാഥ് അടക്കമുള്ളവർ സംസാരിക്കുന്നു. നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം. നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ പ്രഖ്യാപനമായിട്ട് വരാൻ പോകുന്നത്. അതിന് ഓരോ ജനതയും ആഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്കൊരു സെമി ഒരു മെട്രോ ലൈറ്റ് മെട്രോ ഒക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇന്ന് പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിക്ക്. വലിയൊരു വിജയം സമ്മാനിച്ച ജനതയാണ്. ഒരിക്കലും നമ്മൾ ആരും നിരാശപ്പെടുത്തില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരു പ്രഖ്യാപനമായിട്ട് വരാൻ പോകുന്നത്. ഈ വികസന നയരേഖ അതെന്തായി തലസ്ഥാനത്ത്? തീർച്ചയായിട്ടും കാത്തിരിക്കാം. ഒരുപാട് പ്രതീക്ഷിക്കാം അല്ലേ? അല്ലേ? കുറഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചർച്ച വന്നിട്ടുണ്ട്. പരിഹാരം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതാണ് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥാണ് നമ്മളോട് സംസാരിച്ചത്. തിരുവനന്തപുരത്തിന്റെ വലിയ പ്രതീക്ഷയാണ് അഭിലാഷ് ഈ നരേന്ദ്രമോദിയുടെ വരവ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തലസ്ഥാനത്തിന്റെ ഒരു വലിയ പരിച്ഛേദം ഇങ്ങോട്ടേക്ക് കടന്നുവരുന്ന ഒരു പശ്ചാത്തലമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ ആദ്യം അദ്ദേഹം പങ്കെടുക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടി സംസ്ഥാനത്തിന്റെ വലിയ വികസന സ്വപ്നങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ്. 2 പരിപാടികളിൽ 2 മണിക്കൂർ കൊണ്ട് പങ്കെടുത്ത് മടങ്ങുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെ പാസ്സുള്ളവർക്ക് മാത്രം അകത്തേക്ക് കയറാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ 2 വേദികളും അടുത്തടുത്താണ് എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. റെയിൽവേയുടെ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രധാനമന്ത്രി തൊട്ടടുത്തുള്ള പബ്ലിക് ഫംഗ്ഷൻ നടക്കുന്ന ആ വേദിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് പൊതുപ്രവർത്തകരെ അടക്കം ഈ BJP പ്രവർത്തകരെ അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ അടക്കം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. അവിടെയും വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ മുതൽ പറയുന്നത് പോലെ ഒരു അതിവേഗ റെയിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കണക്ട് ചെയ്യുന്ന 2.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ തിരുവനന്തപുരത്തേക്കും തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അതിവേഗ റെയിൽ എന്നുള്ളത് മലയാളികൾ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമുക്കറിയാം അത് നേരത്തെ ഉണ്ടായിരുന്ന കെ റെയിലുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ഫീസിബിലിറ്റിയിൽ സംസ്ഥാന ജനങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് അത് ഏതാണ്ട് ഒരു ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോഴാണ് ഇത്തരമൊരു പ്രതീക്ഷയുമായി പ്രധാനമന്ത്രി കടന്നു വരുന്നത്. അതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിന്റെയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാമെന്നെങ്കിലും പ്രധാനമന്ത്രി പറയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് സംഭവിച്ചാൽ കേരളത്തിൽ ചരിത്രത്തിൽ അതൊരു വിപ്ലവമാകും. മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. BJP പ്രതീക്ഷ വെക്കുന്ന അനവധി മണ്ഡലങ്ങൾ സംസ്ഥാനത്തും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിലും മറ്റുമുണ്ട്. തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള പല പദ്ധതികളുടെയും പ്രഖ്യാപനം ഉണ്ടാവുകയും അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും മറ്റും ചെയ്താൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വഴിത്തിരിവാകും സംസ്ഥാന രാഷ്ട്രീയത്തിൽ. കാരണം വികസനം പറയുക മാത്രമല്ല വികസനം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു BJP എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാക്കാൻ പോകുന്ന ബലം ചില്ലറയല്ല. അതനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു കോർപ്പറേഷന്റെ പദ്ധതികൾ ഒരു പ്രധാനമന്ത്രി വന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് നേതാക്കളൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് വലിയ തോതിലുള്ള ഒരു മാറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം 40 വർഷം ഇടതുപക്ഷം ഭരിച്ച ഒരു കോർപ്പറേഷനാണ് ഇപ്പോൾ BJPയുടെ കൈവെള്ളയിൽ സർക്കാർ ജനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതനുസരിച്ചുള്ള ഒരു നീതി തലസ്ഥാനത്തെ ജനതയോട് ആ പാർട്ടി കാണിക്കണം. സ്വാഭാവികമായി പ്രധാനമന്ത്രി വരുമ്പോൾ അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ മാത്രമാണ് സന്ദർശനമെങ്കിലും അടുത്ത മാസം വീണ്ടും പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്നും ഈ വികസന നയരേഖയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുമെന്നും തലസ്ഥാനത്തിനടക്കം വലിയ ഫണ്ടുകൾ അനുവദിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ BJP പ്രവർത്തകർ പങ്കുവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെ മോദി വന്ന ഒരു സാഹചര്യമല്ല തലസ്ഥാനത്തുള്ളത്. അവരുടെ മേയർ ഇവിടെ മോദിക്കൊപ്പം ഇരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് പലപ്പോഴും BJP പ്രവർത്തകർ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ്. BJPയുടെ ഒരു മേയർ, തലസ്ഥാനത്തെ ഒരു മേയർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നു എന്ന വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. അതിന്റെ ആവേശം എനിക്ക് ചുറ്റും കാണുന്ന ഈ പ്രവർത്തകരിലൊക്കെ ഈ നേതാക്കന്മാരിലൊക്കെ ആ ഒരു വലിയ ആവേശമുണ്ട്. വലിയ ഒരു 3 ജില്ലകളിലെ വലിയ ഒരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് പ്രവഹിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ളിലേക്ക് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം കയറി പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ തലസ്ഥാന നഗരവാസികളെ, തലസ്ഥാനത്തെ BJP പ്രവർത്തകരെ, നേതാക്കന്മാരെ ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വരവാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സാരംഗ്, ഞാൻ മനസ്സിലാക്കുന്ന സാരംഗ് ഈ പബ്ലിക് ഫംഗ്ഷൻ നടക്കുന്ന വേദിയിലാണ്, അവിടെ ആ പരിസരത്താണുള്ളത്. സാരംഗിന് ഇതിന്റെ ഒരു ആവേശം കുറച്ചുകൂടി പങ്കുവെക്കാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ജനങ്ങൾ, പ്രവർത്തകർ, നേതാക്കളുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സാരംഗ് ഉണ്ടെങ്കിൽ സാരംഗിന് ഇതിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി പങ്കുവെക്കാൻ സാധിക്കും.
യെസ്, എന്തായാലും വലിയ ആവേശത്തിമിർപ്പിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. പുത്തരിക്കണ്ടം മൈതാനത്ത് അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിന് സമീപത്ത് അടക്കം BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നതാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുന്നതിന് മുമ്പ് റോഡ് ഷോ അടക്കം ആണ് ഒരുക്കിയിട്ടുള്ളത്. ഈ നിലയിലാണ് ക്രമീകരണങ്ങൾ. അതോടൊപ്പം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഇന്ന് ഒഫീഷ്യലായ ചടങ്ങുകൾക്ക് പുറമെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയുണ്ട്. അതേസമയം കോർപ്പറേഷന്റെ വികസന രേഖ ഇന്ന് പ്രധാനമന്ത്രിക്ക് നൽകും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിലും മേയർ VV രാജേഷ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ സമഗ്രമായൊരു റിപ്പോർട്ട് ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല എന്നതാണ്. കാരണം അധികാരത്തിലേറിയിട്ട് 27 ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകളുമായും ഒപ്പം സാങ്കേതിക രംഗത്തെ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ രൂപരേഖ, ഈ വികസന രേഖ പുറത്തിറക്കിയുള്ളൂ എന്നതാണ്. എന്നാൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടായേക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ആണ് ഇതിൽ തന്നെ. രഞ്ജിത്ത്, ഇപ്പോൾ ഈ വികസന രേഖയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് സംസാരിച്ചപ്പോഴും കാത്തിരിക്കാം എന്നതാണ് പറഞ്ഞത്. പക്ഷേ മേയർ നേരത്തെ വ്യക്തമാക്കിയത് ഇനിയും പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്, ഒരുക്കങ്ങൾ വേണ്ടതുണ്ട് എന്നായിരുന്നു. രഞ്ജിത്ത്, തീർച്ചയായും നമുക്ക് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി, പതിറ്റാണ്ടുകളായി പരിഹാരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ജനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ഭരണസമിതിയൊക്കെ പുറത്താക്കിയതിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാരണങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൊന്ന് ഇവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണ് മുങ്ങി മരിച്ച വാർത്തയൊക്കെ കേരളം അതീവ ഞെട്ടലോടുകൂടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ്. ഇപ്പോഴും ആ ആമയിഴഞ്ചാൻ തോടിനൊരു വ്യത്യാസവുമില്ല. പല പല കാര്യങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും മാലിന്യവാഹിനിയായി ആ തോട് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനൊരു പരിഹാരം BJP ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. അതിന് ഇൻഡോർ മോഡൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് VV രാജേഷിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. രാജേഷ് നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ മുതൽ തന്നെ രാജേഷ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതാണ്. മറ്റൊന്ന് ഇവിടുത്തെ ഈ നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ടാണ്, പട്ടി ശല്യവുമായി ബന്ധപ്പെട്ട് പട്ടികളെ പ്രത്യേക സ്ഥലങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.